നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്ലോസ് ബാംഗ്ലൂർ ലിമിറ്റഡ് എന്ന പേരിലുള്ളൊരു കമ്പനിയെക്കുറിച്ചാണ്. ഈ കമ്പനിയെക്കുറിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം തോന്നേണ്ടുന്ന ഒരു കമ്പനിയാണ്. അതായത് മലയാളിയായിരുന്ന ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ അല്ലെങ്കിൽ CP കൃഷ്ണൻ നായർ എന്ന പ്രശസ്തനായ വ്യക്തി സ്വന്തം ഭാര്യയുടെ പേരിൽ ആരംഭിച്ച ദ ലീല എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ഇന്ത്യൻ കമ്പനിയുടെ ഇപ്പോഴത്തെ പേരാണ് സ്ക്ലോസ് ബാംഗ്ലൂർ ലിമിറ്റഡ് എന്നുള്ളത്. 1986 കൃഷ്ണൻ നായർ രൂപം നൽകിയ ലീല എന്ന ഇന്ത്യയിലെ നമ്പർ 1 പ്രീമിയർ ലക്ഷറി ബ്രാൻഡാണ്. ട്രാവൽ ലിഷർ മേഖലയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഹോട്ടൽ ഗ്രൂപ്പാണ് ലീല ഹോട്ടൽസ് എന്നുള്ളത്. അപ്പോൾ ട്രഡീഷണലായിട്ടുള്ള ആർക്കിടെക്ചറും നവീനമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കുന്ന ഒന്നാണ്. ഈ കമ്പനിയുടെ ഇഷ്യൂ മെയ് 26 ഓപ്പണായിട്ട് 28 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. 3500 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് കമ്പനി റേസ് ചെയ്യുന്നത്. അതിൽ 2500 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയോടുകൂടെ ആണ് കമ്പനി സ്വരൂപിക്കുന്നത്. 1000 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലും ആയിരിക്കും. ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ 2025 13ഓളം പ്രമുഖ ഹോട്ടലുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. 3600ഓളം സ്വീറ്റ് റൂംസും അതുപോലെ തന്നെ മറ്റ് ഉയർന്ന രീതിയിലുള്ള റൂംസും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ലീല. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 18% ഈ മേഖലയിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ഇത്തരത്തിലുള്ള ലക്ഷറി റൂംസിൻ്റെ കാര്യത്തിൽ 18% ഇന്ത്യയിൽ നൽകുന്നത് ലീല ഗ്രൂപ്പാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഏകദേശം ഒരു 250ഓളം അന്താരാഷ്ട്ര അവാർഡുകളും നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൽ ഇപ്പോൾ 2700ഓളം എംപ്ലോയീസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ജൂൺ 2 ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ കൃഷ്ണൻ നായർ അല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോജക്റ്റ് ബാലറ്റ് ബാംഗ്ലൂർ ഹോൾഡിങ്സ്, പിന്നെ ബീസ് റെപ്പ് ജോയ് ഹോൾഡിങ്സ് ലിമിറ്റഡ്, പിന്നെ ബീസ്റെപ്പ് ടഡോബ ഹോൾഡിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബാലറ്റ് ചെന്നൈ ഹോൾഡിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബാലറ്റ് ഗാന്ധിനഗർ ഹോൾഡിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബാലറ്റ് HMA ഹോൾഡിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബാലറ്റ് ഉദയ്പൂർ ഹോൾഡിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെയുള്ള കോർപ്പറേറ്റ് അംഗങ്ങളാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 100% ഓഹരികളും ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 75.91% മാറുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ 2024 1226.5 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ആയിരുന്നെങ്കിൽ അത് 2025 എന്ന് പറയുന്ന സാമ്പത്തിക വർഷമായപ്പോഴത്തേക്കും 1406.5 എന്നുള്ള ലെവലിലേക്ക് അത് വളർന്നു. അതായത് ഈ 2024 നിന്ന് 25 വരുമ്പോഴത്തേക്കും 15% വളർച്ചയാണ് റവന്യൂവിൽ കമ്പനി കാണിക്കുന്നത്. പിന്നെ നമുക്ക് അറ്റാദായം നോക്കുകയാണെങ്കിൽ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2024 നെഗറ്റീവായിരുന്നു, അതായത് -2 നഷ്ടമായിരുന്നു. 2.13 കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന കമ്പനി 2025 സാമ്പത്തിക വർഷത്തിൽ 47.66 കോടി രൂപയുടെ ലാഭത്തിലേക്ക് വന്നു. അതായത് നെഗറ്റീവ് എന്നുള്ളത് അത് മായ്ച്ച് അവർ പോസിറ്റീവിലേക്ക് വന്നിരിക്കുകയാണ്. 47.66 കോടി രൂപയുടെ ലാഭം വമ്പനായിട്ടുള്ള ഒരു ലാഭമാണ് എന്ന് തന്നെ ഇക്കാര്യത്തിൽ അത് പറയേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് മറ്റ് ചില ഫിനാൻഷ്യൽ കാര്യങ്ങൾ കീ പോയിൻറ്റ്സ് എല്ലാം പരിശോധിക്കണം. EPS 1.97, അതുപോലെ P റേഷ്യോ ഇഷ്യൂവിന് ശേഷം 220.81, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 1.32% ആയിരിക്കും. NAV 148.88 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഇന്ത്യൻ ഹോട്ടൽസാണ് പ്രധാനമായിട്ടും. 13.4 അതിൻ്റെ EPS. പിന്നെ EIH ലിമിറ്റഡ് എന്നുള്ള ഗ്രൂപ്പ് 10.22 അവരുടെ EPS. അതുപോലെ തന്നെ ഷാലറ്റ് ഹോട്ടൽസ് 13.53, അത് ജൂപ്പിറ്റർ ഹോട്ടൽസ് 1.46
ആണ് അതിൻ്റെ EPS ആയിട്ട് കാണുന്നത്. സ്ക്ലോസ് ബാംഗ്ലൂരിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ 1.97 ഇനി നമുക്ക് 2500 കോടി രൂപയാണല്ലോ അവർ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ സ്വരൂപിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെയും കമ്പനിയുടെ ചില സബ്സിഡിയറി കമ്പനികളുടെയും പേയ്മെൻറ്റ്സും പ്രീപേയ്മെൻറ്റിനും പിന്നെ റിഡംഷൻസ് അതിനെല്ലാം വേണ്ടിയിട്ട് കമ്പനി ചിലവാക്കുന്നു എന്ന് പറയുന്നു. അതായത് 2300 കോടി രൂപ. ഈ 2500 കോടിയിൽ 2300 കോടി രൂപയാണ് ഇത്തരത്തിൽ റീപേയ്മെൻറ്റ്, പ്രീപേയ്മെൻറ്റ്, റിഡംഷൻ എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് സബ്സിഡിയറി കമ്പനികളെന്ന് പറയുമ്പോൾ സ്ക്ലോസ് ചാണക്യ, സ്ക്ലോസ് ചെന്നൈ, അതുപോലെ തന്നെ ഉദയപൂർ, പിന്നെ TPRPL എന്നീ സബ്സിഡിയറികൾക്ക് വേണ്ടിയിട്ടാണ് അവർ മെയിൻ കമ്പനിയെ കൂടാതെ ഈ സബ്സിഡിയറികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പണം ചിലവാക്കുന്നത്. അത് കൂടാതെ ബാക്കിയുള്ള എമൗണ്ട് അവർ ജനറൽ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഇഷ്യൂ ഒന്ന് പരിശോധിക്കാം. 26 തീയതി മുതൽ 28 വരെയാണല്ലോ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 413 രൂപ മുതൽ 435 രൂപ വരെയാണ്. 2500 കോടി രൂപ ഫ്രഷ് ഓഹരികൾ, 1000 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ 3500 കോടി രൂപയാണ് അപ്പോൾ ടോട്ടൽ വരുന്നത്. ഇനി നമുക്ക് റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യേണ്ട മിനിമം ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 34 ഓഹരികളാണ്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. 10% മാത്രമേ റീറ്റെയിലേഴ്സിന് ഉള്ളൂ കേട്ടോ. റീറ്റെയിലേഴ്സിന് 10% ഓഹരികൾ മാത്രമേ അലോട്ട് ചെയ്യുന്നുള്ളൂ. അതും അലോട്ട്മെൻറ്റ് വരുന്നത് മെയ് 29 തീയതി ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. അത് ജൂൺ 2 തീയതി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇനി നമുക്കിത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇവരുടെ ഈ ഹോട്ടൽ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ലീലേ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബാംഗ്ലൂർ തന്നെ സിറ്റി